മുത്തോണ്ണൻ ചന്ദനേനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതുപോലൊരു ഭർത്താവിനെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. അപ്പടിയാ? ആ, മുത്തോണ്ണനെ കാണാൻ നല്ല സ്മാർട്ടാ. മുത്തോണ്ണന്റെ വേ ഓഫ് ടോക്ക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടാ. സുബുനെ ഡിവോഴ്സ് ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. മുത്തോണ്ണൻ എന്നെ സ്വീകരിക്കോ? സ്വീകരിക്കുവോന്നാ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചോടി ജീവിച്ചാലോ? അപ്പൊ ഞാൻ പൊണ്ടാട്ടിയൊക്കെ പോട്ടെ, അല്ലെങ്കിൽ അവള് കുറച്ച് ദുഷ്ടത്തിയാ. എനിക്കൊരു ജീവിതം തരുവോ മുത്തോണ്ണ? തരില്ലേ മുത്തോണ്ണ? തരുവോ മുത്തോണ്ണ? എനിക്കൊരു ജീവിതം തരില്ലേ മുത്തോണ്ണ? ആണോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മുത്തോണ്ണൻ വീട്ടിൽ പോയിട്ട് പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്റെ അടുത്തേക്ക് വരുമോ? ഞാൻ കാത്തിരിക്കും. പണം എല്ലാം പ്രോബ്ലം ഇല്ലേ മുത്തോണ്ണ? എങ്കിട്ടേ ഇருக்கு. പണം மட்டும் போதாது, கொஞ்சம் நகையும் எடுத்துக்கோ. நகை எல்லாம் எடுக்கிறேன், எல்லாமே எடுக்கிறேன். ஓகே, நான் போய் Dress எல்லாம் எடுத்து பேக் பண்ணிட்டு வந்துறேன். ஓகே அண்ணா. ஓகே, நம்பலாம்ல? எனக்கு நம்பலாம் அண்ணா. சரிம்மா, நீ ரெடியா இரு, நான் போய் ரெடி ஆயிட்டு வந்துறேன். ஓகே அண்ணா. ஓகே അണ്ണാ, നീ വരും കാലൊച്ച കേക്കുവാൻ കാതോർത്തു ഞാനിരിക്കും. കഴിക്കാൻ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുട്ടുണ്ടാക്കാൻ പറഞ്ഞ ദോശ ഇഡ്ഡലിയൊക്കെ എനിക്ക് ഇഷ്ടം. അല്ല, നിങ്ങക്ക് പുട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് ദോശ ഇഡ്ഡലിയാണ് കഴിക്കാൻ പറ്റുന്നത്. നീ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഞാൻ നീ ഈടായിട്ട് തീരെ പോരാ കേട്ടോ. നീ എനിക്ക് ഇഷ്ടമുള്ള അല്ലാത്ത നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ഇങ്ങനൊന്നും സംസാരിക്കില്ല, മര്യാദക്ക് ഇരിക്കടി. നീ ആരാടാ ചാടിക്കൊണ്ട് വരുന്നേ? കെട്ടിയാന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടപ്പാട്. മനുഷ്യന് ഒരുമാതിരി നിന്റെ പെങ്ങൾ വന്ന് കുറെ എന്നെ മുടിപ്പിച്ചു, നിന്റെ വീട്ടുകാരൊക്കെ കൂടെ എന്നെ മുടിപ്പിച്ചു. ജീവിതത്തിലൊരു സ്വസ്ഥതയില്ലല്ലോ നിന്റെ കൂടെ എനിക്ക് ജീവിച്ചിട്ട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇപ്പൊ, അത്രേ ഉള്ളു കാര്യം. നിന്റെ ഇഷ്ടമല്ല, നിന്റെ കുടുംബക്കാരെ ഇഷ്ടമല്ല, നിന്റെ കൂടെ ഉള്ള ജീവിതം എനിക്ക് മുമ്പോട്ട് താല്പര്യമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഞാൻ എന്റെ വഴിക്ക് പോവാ. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. മുകളിലൊരു കണ്ണാടായിട്ട ഒരുത്തനുണ്ടല്ലോ, അവനെ കെട്ടി അവൻ്റെ കൂടെ ജീവിക്കുന്നേ. ഞാൻ ഇനി ഈ കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവാ കാശി രാമേശ്വരം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോവാ, അത്രേ ഉള്ളൂ. എന്നോടാ കളി. ഒരാളെയും കൂടി കിട്ടിയിരുന്നെങ്കിൽ സുഖമായിട്ട് കളിക്കായിരുന്നു. ഇവിടെയുള്ള മണ്ടന്മാർക്കൊന്നും അറിയത്തില്ലല്ലോ. എന്നാ സമയൽക്കാരനാ? നമ്മുടെ നാമം സമയ എന്നല്ല, ദേവസി എന്നാണ്. വിളയാടിട്ട് இருக்கீங்களா? വെള്ളയ്ക്ക ആട്ടല്ല, കളിക്കുക. അതില്ല, ഗെയിം വിളയാടിട്ട് இருக்கீங்களான்னு കേക്കട്ടെ. ഓ, നിങ്ങളവിടെ ആട്ട എന്ന് പറയുന്നത് കളിക്കുന്നതിന്, ഞങ്ങളിവിടെ ആട്ട എന്ന് പറഞ്ഞാൽ അതാണ് ആട്ട്. ആ, പറഞ്ഞോ. எனக்கு உங்களோட ஒரு உதவி தேவைப்படுதுங்க. പറഞ്ഞോ. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും ഒതുണ്ട്. நம்ம சோபனாவை பற்றி என்ன உங்கள் அபிப்பிராயம்? என்னன்னா, எனக்கு பிடிக்கும் சோபனாவை, ரொம்ப பிடிச்சிருக்கு எனக்கு. பிடிச்சோ சோபனாக்கும் என்ன ரொம்ப பிடிச்சிருக்கு. பிடிக்கும். அப்போ நாங்கள் 2 பேருமா சேர்ந்து காதல் பண்ணி கல்யாணம் பண்ணி புதிய ஒரு வாழ்க்கையில் போகலாமான்ட்டு ஒரு அபிப்பிராயம் வந்திருக்கு. அவளுக்கும் ஓகே தான். ஆயிக்கோட்டை. நாங்கள் இங்கேருந்து போயிட்டு வேற ஒரு இடத்துல புதிய ஒரு வாழ்க்கையை தொடங்கலான்ட்டு இருக்கோம். പുതിയ വാഴ വയ്ക്കുന്നത് നല്ലതാണ്, പക്ഷെ പറമ്പ് അവിടെ വെള്ളം കിട്ടാൻ കുറച്ച് കമ്മിയാണ് ആ ഭാഗത്ത്. எனக்கும் சோபனாக்கும் விருப்பம். நாங்கள் கல்யாணம் பண்ணிட்டு வாழ்க்கை வாழலான் இருக்கோம். അവർ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ച് ബിസിനസ് ചെയ്താലും നന്നാവും. അവൾ ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. പിന്നെ അവനാള് വാങ്ങന. നിങ്ങൾ ഒന്നിച്ച് ബിസിനസ് ചെയ്താൽ വാഴക്കൃഷിയാണെങ്കിൽ നന്നാവും. சமையல்காரனா, வாழை கிருஷி பொறி கிருஷிலாம் இல்லை. நான் சொல்றது காதல் வாழ்க்கை. எனக்கு அவளை பிடிச்சிருக்கு. நாங்கள் 2 பேரும் கல்யாணம் பண்ணிக்கலான் இருக்கோம். புதுசாக ஒரு வாழ்க்கையை தொடங்கலான் இருக்கோம். அதுக்கு உங்களோட உதவி தேவைப்படுது எனக்கு. அதை தான் நான் சொல்ல வரேன். நீங்கள் வேற ஏதோ கிருஷியை பற்றிலாம் பேசிக்கிட்டு இருக்கீங்க, எனக்கு புரியல. நான் சொல்றது புரியுதா? ഓ, ഹെൽപ്പ് എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. ഹെൽപ്പ് பண்ணுவீங்கல்ல? ധൈര്യമായിട്ട് செஞ்சோ. എൻ്റെ ഫുൾ സപ്പോർട്ട്. പോരെ? ഓക്കെ, അത് പോതും എനിക്ക്. പോയിട്ട് വന്നിടണം. നോക്കണം കേട്ടോ. അവൻ പഴയ അംബാസിഡർ കാറ് പോലെയാണ് ഇവരുടെ ശരീരം. പോവാനായി.
എന്നാലും അണ്ണൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വാഴ കൂട്ടുകൃഷി നമ്മളെ സപ്പോർട്ട് വേണമെന്നാണ്. ഇപ്പോൾ ഒന്നിച്ചുള്ളൊരു കൂട്ടുകൃഷീൻ്റെ കാര്യമാണ്. അതെന്തായാലും എൻ്റെ വക ഉണ്ടാവും. പോയില്ലേ ചേച്ചി എന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. ഇവിടെ പ്രാണവേദന എടുക്കണോ നിന്റെ വീണവായന? ചേച്ചി എന്തിനാ ചൂടാണ്? അങ്ങനെ ഇട്ടിട്ട് പോയില്ലേ? ആര്? മുത്തണ്ണൻ. തമിഴൻ പോണെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ ബംഗാളിനെ ഇറക്കാം. ചേച്ചിന്റെ മേക്കപ്പ് നോക്കൂ. ചേച്ചിക്ക് ഞാൻ അതുപോലത്തെ ചെയ്തു തരട്ടെ. ആ കണ്ണ് ശ്രദ്ധിക്കൂ. ഇവിടെ ഞാൻ കരഞ്ഞോണ്ടിരിക്കുമ്പോ നിന്റെ ഒരു മേക്കപ്പ്. അണ്ണ മോയിന് ചേച്ചി എന്തിനാ ഇത്ര സങ്കടം തന്നെ? നമുക്ക് മറ്റേ ശോഭനയുടെ ആളെ പിടിച്ച് സെറ്റാക്കിയാലോ? എന്റെ മുത്തണ്ണ എനിക്ക് ജീവനായിരുന്നു, എനിക്ക് അറിയാവല്ലോ. നീ ആ ബാംഗ്ലൂർ കിടന്നിട്ട് വല്ല പറഞ്ഞോണ്ടിരിക്കണത് ഇവിടെ ഇരുന്നിട്ട്. ഒന്നില്ലെങ്കിൽ ചേച്ചി കൊല്ലും. അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയത്. എന്തിനാണ് അതിന്? ശ്രദ്ധിക്കൂ. നൻപ, നൻപന് ഞാൻ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. നൻപൻ ഇന്ന് വൈകുന്നേരം ഞെട്ടും. എന്താ ഈ മാസം തൊട്ട് നീ വാടക മേടിക്കുന്നില്ലയോ? വാടകയൊന്നും അല്ലടാ, നിന്റെ ജീവിതത്തെ വിലപ്പെട്ട ഒരു സാധനത്തിന് ഞാൻ ഒരു 8ന്റെ പണി തരാൻ പോവാ. എന്താ എനിക്ക് പ്രൊഡ്യൂസറെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ എന്റെ മുത്ത് നിന്റെ കിഡ്നി കൊടുക്കാൻ പോവാ. തരും, നോക്കിയിരുന്നു. എടാ കിഡ്നിയും കുന്തമൊന്നും അല്ല, നീ 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 ചെവിയൊന്നും ഉള്ളിക്കോ. നിന്നെ കൊണ്ട് ഇന്നൊരു പണി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. എന്താ നീ എന്റെ പെണ്ണുപിള്ളി അടിച്ചോണ്ട് പോവാ? അത് അതാര് പറഞ്ഞു? അതൊന്നും അല്ല, ഇത് വേറെ. എന്ത് ശോഭനെ കാണുന്നില്ലല്ലോ? അടുക്കളയിലുണ്ട്, ഇച്ചിരി സമാധാനം ഇപ്പഴാ കിട്ടുന്ന. ഒന്നും ഉണ്ടായി. എന്ത് രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ആ മണ്ടൻ ദേവസ്വം എന്തൊക്കെ ഉണ്ടാക്കിയത്? അല്ല, ശോഭനയ്ക്ക് പാചകം ഒന്നും അറിയത്തില്ലേ? ശോഭനയൊന്നും ഉണ്ടാക്കാൻ എനിക്ക് പാചകം അറിയാവുന്നതുകൊണ്ടാണല്ലോ ദേവസ്വയുടെ 20,000 രൂപ കൊടുത്തിട്ട് കൊണ്ട് നിർത്തിയേക്കുന്നത്. എന്തേലും നമുക്ക് ചായ വല്ലതും കുടിക്കാൻ വല്ലതും മേടിച്ചാലോ? എനിക്ക് എന്തോ പറ്റി മുട്ടു? അല്ല എന്തെങ്കിലും വിഷയമുണ്ടോ? അല്ല, ശോഭനെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാറുണ്ട്. നീ ശോഭനെ തപ്പിക്കൊണ്ടിരിക്കുന്ന എന്ത് ഇടക്കിടക്ക്? മുത്തു, വാട്ട് ഈസ് ദിസ്? എടാ, നിന്റെ ഭാര്യ എന്റെ പെങ്ങളെ പോലാടാ. നീ എന്താ നൻപനല്ലടാ ഞാൻ നിന്റെ. ഞാൻ നിനക്ക് അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുക എന്നതിന് ഞാൻ സന്തോഷത്തോടെ നനയ്ക്കാൻ തന്നു. അയ്യോ, തല എരിഞ്ഞിരിക്കും. ഞാനേ ചന്ദൻ എന്ത് നോക്കിട്ട് വരട്ടെ. പറഞ്ഞപ്പോഴാ ഓർത്ത്. ഇവനിത് എന്തോ പറ്റി? അവന്റെ വട്ടായി. അതിന് എന്റെ തണ്ടപ്പി ദേഹത്ത് കയറി. சோமனா கொஞ்சம் கிட்ட வா சோமனா. வா, சாப்பிட்டியா? சிரிச்சு வாழ இருக்க தெரியுமா? നീ എന്തിനാ എന്നെ ചവിട്ടിയേ? നിങ്ങൾ ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്കൂ നട്ടുച്ചക്ക്? ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെയാ സ്വപ്നം കാണണ്ടേ? നിന്നെ. ഓ, എന്റെ പേര് ഇപ്പൊ ശോഭന എന്നാണല്ലോ. ശോഭന എന്നാണോ ഞാൻ പറഞ്ഞേ? ശോഭന എന്ന് പറഞ്ഞോണ്ടിരിക്കണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ഞാൻ നമ്മുടെ സിനിമാ നടിയില്ലേ ശോഭന, അവളെ സ്വപ്നം കണ്ട. ശോഭന കൊറേ ദിവസം ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഇനി അങ്ങനെ പെണ്ണുങ്ങളോട് കാണാ അവിടേക്ക് എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. എടി, അവക്കാണ് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. നീ എന്തുവായി പറയുന്നേ? അത് ഞാൻ കണ്ടായിരുന്നു. ഇന്നാള് പോയിട്ട് ശോഭന ഇവിടെ ശോഭനില്ലേ അവിടെ അടുക്കളയില്ലേ എന്നൊക്കെ കുറെ നേരം പറഞ്ഞോണ്ടിരുമ്പോ ഞാൻ കണ്ടതാ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ശോഭന. ഇനി വല്ലതും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ വീട്ടിൽ ഞാൻ പുറത്താക്കും. മനസ്സിലാക്കിക്കോ. അതിന് എന്റെ വീടല്ലേ? നിങ്ങളെ വീടാണെങ്കിൽ ഇത് എന്റെ കൂടി വീടാ. ആ, മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ട് ഇവിടെ നിന്നോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിക്കാം. കാണിച്ചു കേട്ടോ. ഉടുപ്പിനെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ്. ശോഭനയ്ക്ക് നമ്മളോട് ഒരു താല്പര്യം ഉണ്ടെങ്കിലോ? ശോഭന, തന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. താൻ ഇന്നലെ സുബൂനും വീട്ടിൽ എവിടെയാണ് പോയത്? താൻ ഒറ്റൊരുത്തനാണ് സുബൂനെ ഇങ്ങനെ ചീത്തയാക്കണേ. തന്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ അവനെയും കൂടെ ചീത്തയാക്കാൻ നടക്കുന്നത് എന്തിനാടോ? തനിക്ക് കുറച്ചും കൂടി ബോധമുണ്ടോ, ബുദ്ധി ഉണ്ടോ തനിക്ക്? ഇനി മേലെ താൻ ഇവിടെ കേറിയിട്ട് സുബൂനെയും കൂട്ടിയിട്ട് പുറത്തെങ്ങാനും പോയ മൂക്കടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. ഓക്കെ. വൃത്തികെട്ടവൻ.
ഹേ,